തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പനങ്ങോട്ടേല ഡിവിഷൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച ശാലിനിയാണ് കൈഞ്ഞരമ്പ് മുറിച്ചെന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. RSS പ്രാദേശിക നേതൃത്വം തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചെന്ന് ശാലിനി പറയുന്നു. പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചെന്നും ശാലിനിയുടെ പരാതി. എന്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം തീരുമാനമായിരിക്കുമായിരുന്നു. പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എല്ലാ തീരുമാനമായിരിക്കുമായിരുന്നു. അപ്പോൾ സംഘത്തിന്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ എന്നോടും എൻ്റെ കുടുംബത്തോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുകയും എന്നെ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പാർട്ടിയെ പ്രഷർ ചെയ്യുകയും ചെയ്തിരുന്നു. പോരാത്തതിന് എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപിക്കുന്ന രീതിയിൽ പല പ്രചരണങ്ങളും നടത്തി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ മനോവിഷമത്തിലാണ് ഞാനത് ശ്രമിച്ചത്. ശാലിനിയുമായി ഇന്ന് രാവിലെ സംസാരിച്ച ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷഫീദ്, ശരിക്കും ഈ ചെയ്യാൻ ശ്രമിച്ച കർമ്മത്തിൽ അവർക്കിപ്പോൾ മാനസാന്തരമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? ഉറപ്പായിട്ടും അതൊരു നിമിഷത്തെ ഒരു തോന്നലായിരിക്കാം. പക്ഷേ അതിന്റെ കാരണമടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ചർച്ചയാകുന്നത്. തിരുവനന്തപുരം BJP ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് സംഭവങ്ങൾ. അതിലൊന്ന് ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയും അതേപോലെ ശാലിനിയുടെ ആത്മഹത്യാ ശ്രമവും അവർക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തദ്ദേശ വാർഡ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJP നേരത്തെ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചില തലവേദനകൾ നേരിട്ടിരുന്നു. അത് രൂക്ഷമാക്കുന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം. ഇത് നടന്നിരിക്കുന്നത് നെടുമങ്ങാട് നഗരസഭാ പരിധിയിലാണ്. നെടുമങ്ങാട് നഗരസഭയിലെ പനങ്ങോട്ടേല എന്ന് പറയപ്പെടുന്ന വാർഡിൽ നേരത്തെ നിശ്ചയിച്ചത്, അതായത് BJP നേതൃത്വമടക്കം ഉറപ്പ് നൽകുകയും നേരത്തെ നിശ്ചയിച്ചത് ശാലിനി എന്ന് പറയപ്പെടുന്ന ആളായിരുന്നു. 32 വയസ്സുകാരിയാണ്. ശാലിനി നേരത്തെ 2 തവണ നെടുമങ്ങാട് ഇതേ സ്ഥലത്ത് തന്നെ മത്സരിക്കുകയും BJPയുടെ സജീവ പ്രവർത്തകയുമാണ്. പ്രത്യേകിച്ച് മഹിളാ മോർച്ച നോർത്ത് ജില്ലാ സെക്രട്ടറി കൂടിയാണ് ശാലിനി. അങ്ങനെ ശാലിനി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ വാർഡ് കേന്ദ്രീകരിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി RSSന്റെ പ്രാദേശിക നേതൃത്വം ശാലിനിയുടെ സ്ഥാനാർത്ഥിത്വത്തെ വിയോജിച്ചു. മാത്രമല്ല ശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തു. ശാലിനിയെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ RSS പ്രാദേശിക നേതാക്കളിൽ ചിലർ ശ്രമിച്ചുവെന്നാണ് ശാലിനി തന്നെ വ്യക്തമാക്കുന്ന കാര്യം. ഇതിന്റെ മനോവിഷമത്തിൽ ഇന്നലെയൊക്കെ ബന്ധുക്കളോട് ശാലിനി സംസാരിച്ചിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രി വീട്ടിലെ ഹാളിൽ ശാലിനി ഒറ്റയ്ക്കിരുന്നു. മാത്രമല്ല കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് ഭർത്താവിനോടും മക്കളോടും ഒക്കെ പറഞ്ഞു. അതിനുശേഷം രാത്രി ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് കൈഞ്ഞരം വറുത്തത്. 8 തുന്നൽ ഇവരുടെ കയ്യിലുണ്ട്. ഭാഗ്യവശാൽ ഇവരുടെ പ്രധാന ഞരമ്പിന് കാര്യമായി പരിക്ക് പറ്റിയില്ല എന്നുള്ളത് അവരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി. ഏതായാലും ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അല്പസമയം മുൻപ് ശാലിനി വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ശാലിനിയുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. ആ പ്രതികരണത്തിലും RSS പ്രാദേശിക നേതൃത്വത്തെ ശാലിനി വിമർശിക്കുന്നുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്: RSS പ്രാദേശിക നേതൃത്വം തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു, പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അധിക്ഷേപ പരാമർശങ്ങൾ വാർഡിന് പുറത്തും പ്രചരിപ്പിച്ചു, സ്ഥാനാർത്ഥിയാക്കാതിരിക്കാനും അഥവാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാതിരിക്കാനും ശ്രമിച്ചു എന്നൊക്കെയുള്ള വിമർശനം അത് ശാലിനി ഉയർത്തുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.